ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡിഡ് പ്രിന്റ് കൾച്ചർ ഇംപ്രൂവ് ദ ലൈഫ് ഓഫ് വിമൻ ഇൻ ഇന്ത്യ? ഇത് പല രീതിയിൽ പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം വേണ്ട എന്താണ്? ഒരു ഇൻട്രോ കൊടുക്കുക. അതായത് പ്രിന്റ് കൾച്ചർ വരുന്നതിന് മുമ്പ് സ്ത്രീകളുടെ ലൈഫ് വളരെയധികം സഫറിങ്ങിലായിരുന്നു എന്നുള്ള രീതിയിൽ ഇൻട്രോ കൊടുക്കുക. എന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് അന്നത്തെ കാലത്ത്, അതായത് 18th സെഞ്ച്വറി ആ ഒരു സമയത്ത് സ്ത്രീകളെ പഠിക്കാനൊന്നും ആരും വിടത്തില്ലായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കുറച്ചും കൂടെ ലിബറൽ ആയിട്ടുള്ള അച്ഛന്മാരും ഭർത്താക്കന്മാരും ഒക്കെ ഹോം സ്കൂളിങ്ങും അല്ലാതെയുള്ള സ്കൂളിലും ഒക്കെ വിടാൻ തുടങ്ങിയത്. അപ്പോൾ അന്നത്തെ കാലത്ത് സ്ത്രീകൾ എഴുതാനും വായിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു മോശം കാര്യം പോലെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ പലപ്പോഴും പല സ്ത്രീകളും ആരും അറിയാതെ വളരെ രഹസ്യമായിട്ടൊക്കെയാണ് എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചിരുന്നത്. അക്കൂട്ടത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് രാജ് സുന്ദരി ദേവി. വെസ്റ്റ് ബംഗാളിലുണ്ടായിരുന്ന വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിപ്പിച്ചിട്ടൊരു വ്യക്തിയാണ് രാജ് സുന്ദരി ദേവി എന്ന് പറയുന്നത്. അവരുടെ അമർ ജിവാൻ എന്ന് പറയുന്ന ആത്മകഥ അത് വളരെ പ്രശസ്തമാണ്. ബംഗാളിൽ എഴുതിയിട്ടുള്ള ഫസ്റ്റ് ഓട്ടോബയോഗ്രഫിയാണ് അമർ ജിവാൻ എന്ന് പറയുന്നത്. അത് അവർ എഴുതുകയും അതിലൂടെ ജനങ്ങൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കുറച്ചൊക്കെ ബോധമുള്ള ആൾക്കാരാകുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ താരാബായി ഷിൻഡെ, രമാബായി അങ്ങനെയൊക്കെയുള്ള സ്ത്രീ എഴുത്തുകാർ അവർ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും അപ്പർ കാസ്റ്റ് ഹിന്ദു സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് ഇവർ തുറന്നെഴുതാൻ തുടങ്ങി. അന്നത്തെ കാലത്ത് അപ്പർ കാസ്റ്റ് പെട്ട ഹിന്ദു വിഡോസിന് റീമാരേജ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനോ അതിനൊന്നും അവകാശമില്ലായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇവരെല്ലാം വളരെ തുറന്നെഴുതുകയും സ്ത്രീകളുടെ ഇടയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. പിന്നെ സോഷ്യൽ റിഫോമേഴ്സ് ആണെങ്കിലും സ്ത്രീകളെ പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടൊക്കെ നിരന്തരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ രീതിയിലാണ് സ്ത്രീകളുടെ ഒരു നിലവാരം ഉയരുകയും അല്ലെങ്കിൽ പ്രിന്റ് കൾച്ചർ വഴി സ്ത്രീകളുടെ ജീവിതം മാറുകയും ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ് എല്ലാം ഓർക്കണം, എന്നിട്ട് ഒരു നല്ല കൺക്ലൂഷന് കൊടുക്കണം. അപ്പം ഇതിനകത്ത് നിങ്ങൾ ഈ പേരുകൾ എഴുതുമ്പോഴത്തേക്കും അമർ ജിബാൻ എന്നുള്ള പേരാണെങ്കിലും രാജ് സുന്ദരി ദേവി എന്നുള്ള പേരാണെങ്കിലും താരാബായ് ഷിൻഡെ, രമാബായ് അങ്ങനെയുള്ള പേരുകളെല്ലാം എഴുതുമ്പോൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല മാർക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ അത് മിസ്റ്റേക്കുകൾ ഒഴിവാക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ ചോദ്യം നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇത് ഉറപ്പായിട്ടും വരുന്നൊരു ചോദ്യമാണ്. എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ തന്നെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.